ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളെല്ലാം കഴിഞ്ഞപ്പോൾ ടാസ്ക് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ജാസ്മിനോട് ചോദിച്ചതിന് ജാസ്മിൻ പറഞ്ഞ മറുപടിയാണ് ഇവിടെ വൈറലാവുന്നത്. ലാലേട്ട ഗെയിമൊക്കെ അടിപൊളി തന്നെയായിരുന്നു, പക്ഷേ കുറച്ചുപേര് ഗ്രൂപ്പ് കളിച്ചു. അത് ഈ ടാസ്കിന്റെ ഭംഗി തന്നെ നഷ്ടപ്പെടുത്തി. കാരണം നീ എന്നെ തൊടരുത്, ഞാൻ നിന്നെ തൊടില്ല, അങ്ങനെയൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്താണ് പലരും ടിക്കറ്റ് ഫിനാലെ കളിച്ചത്. ഈ പറയുന്ന ഞാനും ഗ്രൂപ്പൊക്കെ കളിച്ചിട്ടുള്ള ആളാണ്. ഇവിടെ ആരും ഗ്രൂപ്പ് കളിക്കാത്തവരായിട്ട് ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളെല്ലാം ഒറ്റയ്ക്ക് നിന്ന് കളിക്കേണ്ടതായിരുന്നു. കാരണം ഫൈനൽ 5ലേക്കുള്ള ഒരു ടിക്കറ്റ് കിട്ടാനുള്ള ടാസ്ക് അല്ലേ, അപ്പോൾ അതിൻ്റെതായ ഒരു സീരിയസ്നെസ്സോടുകൂടി കളിക്കണമായിരുന്നു. ഇത് കാണുന്ന പ്രേക്ഷകർക്കും ഒരു രസം തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ജാസ്മിൻ തുറന്നടിച്ചു പറഞ്ഞു. അതായത് നല്ല ശാരീരിക ക്ഷമത കൊണ്ട് കളിക്കേണ്ട പല ടാസ്കുകളും ഗ്രൂപ്പ് ചേർന്ന് കളിക്കുമ്പോൾ അവിടെ കരുത്തരായ ആൾക്കാർ, ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ ആ ഗെയിം എന്താണെങ്കിലും ജയിക്കും. അപ്പോൾ മറു സൈഡിൽ കുറച്ച് ഫിസിക്കലി വീക്ക് ആയിട്ടുള്ള ആൾക്കാർ അത് തോക്കുകയും ചെയ്യും. ഇത് കളിച്ചു തുടങ്ങുമ്പോഴേ അവർക്കും അറിയാം, കളി കാണുന്ന പ്രേക്ഷകർക്കും അറിയാം എന്തിനാണ് അങ്ങനെ. ഗെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റരുത്, ആരവസാനം ജയിക്കുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റരുത്. അതിലല്ലേ ഒരു രസമുള്ളൂ. ഇങ്ങനെ ഗ്രൂപ്പ് ചേർന്ന് നമുക്ക് ജയിക്കാം, അവരെ തോപ്പിക്കാം, നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് അല്ല ടിക്കറ്റ് ഫിനാലെ. അതിൻ്റെ ഒരു ഭംഗി തന്നെ നഷ്ടമായി, അതിൻ്റെ ഒരു ത്രില്ല് തന്നെ നഷ്ടമായി എന്നത് സത്യം തന്നെയാണ്. അത് ജാസ്മിൻ പറഞ്ഞൊരു കാര്യം എടുത്തു തന്നെ പറയേണ്ടതാണ്. ഋഷിയും ജിൻഡോ, ജാസ്മിൻ, നോറ, സിജോ അവരെല്ലാം ഒറ്റയ്ക്ക് നിന്ന് കളിച്ചവർ തന്നെയാണ് ടിക്കറ്റ് ഫിനാലയിൽ. എങ്ങനെയൊക്കെ കളിച്ചാലും ഇനിയിപ്പോൾ അർഹിക്കുന്ന കൈകളിലേക്ക് തന്നെ കപ്പ് എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.